വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇത് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. ഓക്കെ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഏകദേശം 158ഓളം വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുണ്ടായിരിക്കും, ബന്ധുക്കൾക്കുണ്ടായിരിക്കും. അവരിലേക്കൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിൽ തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ അറിയിക്കുക. 1-2 ദിവസമായിട്ട് നമ്മുടെ താഴെ കാണുന്ന 77 36 75 04 73 എന്ന് പറയുന്ന നമ്പർ ചെറിയൊരു ഡിഫോൾട്ട് സംഭവിച്ചിട്ട് ഇന്ന് വെച്ച് മുതൽ അത് ഓക്കെ ആവും നമ്പർ. ഓക്കെ, ബാക്കിയുള്ള നമ്പറെല്ലാം ഓക്കെ ആണ്. ഓക്കെ, അപ്പം 77 36 75 04 73 എന്ന് പറയുന്ന നമ്പർ വാട്സപ്പ് അവൈലബിൾ ആണ്. എൻ്റെ കോൾ ചെറിയ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അത് ഇന്ന് ഉച്ച മുതൽ ഓക്കെ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഇത് നിങ്ങൾ ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പം അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. വെറുതെ പറഞ്ഞ് അതിൻ്റെ സമയം വേസ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമില്ല. കാരണം അത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള നെറ്റുള്ള PhD ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം അവർക്ക് തീർച്ചയായിട്ടും അത് വായിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വായിച്ച് നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചോ, മെസ്സേജസിലൂടെയോ വാട്സപ്പ് മെസ്സേജസിലൂടെയോ കമൻറ്റ് സെക്ഷനിലൂടെയൊക്കെ ചോദിക്കുക. തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് തരുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഒത്തിരി അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, മറ്റുള്ള ഗവൺമെൻറ് ടീച്ചിങ് വേക്കൻസികൾ, ഹിമാചൽ പ്രദേശിലെ ടീച്ചിങ് വേക്കൻസികൾ, അങ്ങനെ ഒത്തിരി വീഡിയോസ് ഇതിനെ തുടർന്ന് തന്നെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ മഹർഷി ദയാനന്ദ് യൂണിവേഴ്സിറ്റി റോഹ്തക്, ഹരിയാനയുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് മഹർഷി ദയാനന്ദ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഈ അസിസ്റ്റന്റ് ഓർ അസോസിയേറ്റ് പ്രൊഫസേഴ്സിനെ വിളിച്ചിരിക്കുന്നതിൻ്റെ റിക്രൂട്ട്മെന്റ്. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ഈ ഒരു അഡ്രസ് ജസ്റ്റ് mdu.ac.in, ഓക്കെ, mdu.ac.in എന്ന് പറയുന്ന ഒരു അഡ്രസ്സിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് മഹർഷി ദയാനന്ദ് യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ നിങ്ങൾ കയറുക. അതിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ ആ ന്യൂസ് അപ്ഡേറ്റ്സിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ ഈ വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണും. ജസ്റ്റ് ഈ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ് ഇവൻറ്റ്സിൽ കൊടുത്താൽ മതി, കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ് ഇവൻറ്റ്സിലേക്ക് ഞാൻ പോകുന്നു. ആ പോയ പേജിലേക്ക് ഞാൻ വരികയാണ്. ഓക്കെ, ആ പേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു പേജായിരിക്കും വരുന്നത്. റിക്രൂട്ട്മെന്റ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജായിരിക്കും വരുന്നത്. മഹർഷി ദയാനന്ദ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ പോസ്റ്റ് ഇത്. ഓക്കെ, ഇതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കുറച്ച് സംശയം ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ, ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും കാര്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള 2 അഡ്വർടൈസ്മെൻ്റ് ആണ്. ഒന്ന് PR1, രണ്ടാമത്തത് PR2. ഓക്കെ, അതിൽ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കുറയേണ്ട അഡ്വൈസ് നമ്പർ PR1 ആൻഡ് PR2 ടീച്ചിങ് പോസ്റ്റ് MDU എന്നും പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ ഓക്കെ, ഇത് PR1 ആണ്. കുറച്ചുകൂടി വലുതാക്കി കാണിക്കാം. ഓക്കെ, അപ്പം ഇതിൽ
ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, 15/5/2025 ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ, 15/5/2025, 5/6/2025 ക്ലോസിംഗ് ഡേറ്റ്. ഇത് പിന്നെ 12/6/2025 ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മുടെ ഈ പോർട്ടൽ എടുക്കുമ്പോഴത്തേക്ക് ഈ പോർട്ടൽ ഇവിടെ കാണിക്കുന്നത് ഇത് കണ്ടോ, ഇവിടെ കാണിക്കുക ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ PR1 ആൻഡ് PR2 16/6/2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് 23-ാം തീയതി വരെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അയക്കുന്നത്, ഹാർഡ് കോപ്പീസ് അയക്കുന്നതിന് വേണ്ടി 23-ാം തീയതി വരെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 16-ാം തീയതി വരെ ഇത് പെട്ടായിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ 16-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഹാർഡ് കോപ്പീസ്, അതായത് നമ്മളിത് ഓൺലൈൻ അപ്ലൈന് ശേഷം ഹാർഡ് കോപ്പീസ് അയക്കണം. ആ ഹാർഡ് കോപ്പീസ് അയക്കാനുള്ള ഡേറ്റ് 23/6/2025 വരെയും നീട്ടിയിട്ടുണ്ട്. അപ്പം ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനുള്ളത് 16-ാം തീയതി വരെയും, ഓക്കെ, 16/5/2025 വരെയും. അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ് കോപ്പീസ് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 23/6/2025 വരെയും നീട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് പോവാം. അതിലേക്ക് നിങ്ങൾ കാണാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പോസ്റ്റ് ആണെന്നുള്ളത് എല്ലാ സബ്ജക്റ്റിലും ഉണ്ടെന്ന് തോന്നുന്നു. ബയോ കെമിസ്ട്രി, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോടെക്നോളജി, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഡിഫൻസ് സ്ട്രാറ്റജിക്ക്, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ്, എൻവയോൺമെന്റൽ സയൻസ്, ഫുഡ് ടെക്നോളജി, ജെനറ്റിക്സ്, ജിയോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, ജേർണലിസം, ലോ, മാനേജ്മെന്റ്, മാത്തമാറ്റിക്സ്, മൈക്രോബയോളജി, മ്യൂസിക്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സംസ്കൃത്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, വിഷ്വൽ ആർട്സ്, സുവോളജി. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് PR1 143 പോസ്റ്റാണ് PR1-ലേക്കുള്ളത്. അടുത്ത PR2-ലേക്ക് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പോസ്റ്റ് എല്ലാം കൂടെ ചെയ്താണ് 158 വേക്കൻസിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രൊഫസർ ലെവൽ 14 ആണ് സാലറി സ്കെയിൽ. 1,44,000 to 2,18,000 അസോസിയേറ്റ് പ്രൊഫസറിന്റെ 13A എന്ന് പറയുന്ന ലെവലാണ്. 1,31,000 to 2,17,000 അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ 10 ആണ്. 57,700 to 1,82,000 സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് അൺറിസർവ്ഡ് 1,600, ഫീമെയിൽ 800, പിന്നെ SC/ST 400. ഇതിൻ്റെയൊക്കെ ഡിപ്രൈവ്ഡ് ഒന്നും അല്ലാതെയുള്ള ക്ലാസിഫിക്കേഷൻസ് എല്ലാം ഞാൻ ഈ പറഞ്ഞ ആദ്യ ഏരിയയിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് അത് ഏതാണെന്നൊക്കെ നോക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുത്തത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫീസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഈ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇതെല്ലാം വായിച്ചു നോക്കി പറയാനായിട്ടുള്ള ഒരു സമയം, അല്ലെങ്കിൽ വീഡിയോ നീണ്ടുപോകും എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണല്ലോ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുക. മറ്റെന്തെങ്കിലും വിളിച്ചു ചോദിച്ചാൽ തന്നെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ വെയിറ്റേജും ഈ തിരഞ്ഞെടുക്കുന്ന രീതി, വെയിറ്റേജ് കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതായത് JRF, നെറ്റ്, PhD അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉള്ള മാർക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കുക. വെയിറ്റേജ്, അതായത് ഇത് തിരഞ്ഞെടുക്കുന്ന ആ വെയിറ്റേജ് പറയുന്നത് സബ്ജക്ട് നോളജ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് 50%, പ്രസന്റേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ICT നോളജ് 30%, ഓവറോൾ പേഴ്സണാലിറ്റി 20%. ഇങ്ങനെയാണ് നിങ്ങളുടെ വെയിറ്റേജ് നൽകുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോഴത്തേക്ക്. പിന്നെ ആ മാർക്കിന്റെ ഷോർട്ട് ലിസ്റ്റിംഗിന്റെ മാർക്കിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ
അത് ഓരോന്നും സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓരോ പോസ്റ്റിന്റെയും സെപ്പറേറ്റ്, അതായത് ഒരുപാട് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിന്റെയും സ്പെസിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അയക്കേണ്ട കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെയും മറ്റുമൊക്കെ കാര്യങ്ങളും അതിന്റെ ഫോമാറ്റൊക്കെ ഈ നോട്ടിഫിക്കേഷനിലൂടെ തന്നെ കിടക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, ഹാർഡ് കോപ്പി നിങ്ങൾ അയക്കണം. 23-ാം തീയതിയാണ്, അതായത് 16-ാം തീയതി വരെ ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്തിട്ട് അത് പ്രിന്റ് ഔട്ട് എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഹാർഡ് കോപ്പി 23-ാം തീയതിക്ക് മുമ്പ് അയച്ചു കൊടുക്കേണ്ടതാണ്. ബൈ സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഇത് നോക്കുമ്പോൾ ഇത്രയുണ്ട്, കാരണം ഓരോ എലിജിബിലിറ്റി കാര്യങ്ങൾ ഇത്രയും ഫീസൊക്കെ വരുന്നതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം നിങ്ങളത് കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇത് PR1 ആണ്. PR2ലേക്ക് വരുമ്പോഴത്തേക്ക് PR2ലേക്ക് വരുമ്പോഴതാണ് PR2 എന്ന് പറയുന്നത്. PR2ലേക്ക് വരുമ്പോഴത്തേക്ക് മൊത്തം PR2ല് മൊത്തം 15 വേക്കൻസിയാണ് ഉള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, എക്കണോമിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, ജേർണലിസം, കൊമേഴ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് 15 വേക്കൻസിയാണ് PR2 എന്ന് പറയുന്നത്. അപ്പോൾ 2 ഭാഗമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, PR1ഉം PR2. ഓക്കെ, ഇത് കറക്റ്റ് ഡേറ്റ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 16ഉം 23ഉം 16-ാം തീയതി വരെ ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഫീസും കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അയക്കുകയാണെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ഫീ കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ ബാക്കി ഇതിൽ ഈ റിസർവേഷന്റെ കാര്യത്തിലാണ് പറയാനുള്ളത്. കാരണം ചില കാര്യങ്ങളിലേക്ക് ചില സ്റ്റേറ്റ്സ് തിരിച്ച് വിളിക്കുന്നതിൽ എല്ലാ സ്റ്റേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങളിൽ അത് ചില പോസ്റ്റുകളിൽ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ചില കാര്യങ്ങളിൽ ഈ അതർ സ്റ്റേറ്റിലുള്ള ഇപ്പം SC, ഇപ്പം ഞാൻ എക്സാമ്പിള് ചില അവിടുത്തെ PSC വിളിക്കുന്ന സമയത്ത് ഞാനിപ്പം പഞ്ചാബിലേക്ക് അയക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ SC ആണെങ്കിൽ ഞാൻ പഞ്ചാബിലേക്ക് അയക്കുമ്പോഴത്തേക്ക് എൻ്റെ SC എന്നുള്ളത് ഞാൻ ജനറലിലേക്ക് പരിഗണിക്കപ്പെടും. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് നോക്കിയും കണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ കാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സൈറ്റിൽ കയറിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവിടെ ഈ ഫസ്റ്റ് ഇവിടെ ഈ കിടക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ആ ഡീറ്റെയിൽസ് ഇവിടെ കിടക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ബെനിഫിറ്റ്സ് ഓഫ് റിസർവേഷൻ ഹരിയാന സ്റ്റേറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരുടെ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കയറി അപ്ലൈ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, വേക്കൻസി നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് നോക്കി സെപ്പറേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഫീസും കാര്യങ്ങൾ. പിന്നെ മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, മുന്നേ നമ്മൾ കുറച്ച് സ്റ്റുഡൻസിനോടൊക്കെ മുൻപ് 2024 വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവർ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ഇപ്പോഴും ഫീസ് അടയ്ക്കേണ്ടി വരത്തില്ല. മുമ്പ് അടച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ഫീസ് കൊടുക്കേണ്ടി വരത്തില്ല. അവർ തന്നെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, ബിഫോർ ഫില്ലിങ് അപ്പ് ഫോം യു മസ്റ്റ് എൻഷുർ ദാറ്റ് യു ആർ എലിജിബിൾ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും മറ്റും എല്ലാം ഉണ്ടാകുന്ന നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. കാരണം എങ്ങനെയാണ് എന്താണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനി കണ്ടുപിടിക്കുക. ഓക്കെ, അതിനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരണമെങ്കിൽ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തു തരാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളതിൻ്റെ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, മറ്റുള്ളവരിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.